ലൂത്ത് ചിന്തകളിലൂടെ, പരിശുദ്ധമായ ചിന്തകളിലൂടെ വിജ്ഞാനം പണിത് ഉയർന്നു വന്ന ആളാണ് ലൂത്ത്. പക്ഷെ കൗമു ലൂത്ത് അതല്ല. കൗമു ലൂത്ത് എന്ന് പറഞ്ഞാല് പഠിക്കാൻ തയ്യാറല്ല. എവിടുന്നെങ്കിലും 10 25 ലക്ഷം ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് അപ്പൊ ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു സ്റ്റെതസ്കോപ്പും തോളിലിട്ട് ഒരു വെള്ളക്കുപ്പായിട്ട് ഡോക്ടറായിട്ട് വരിക, സുഖമാണ്. അതാണ് കൗമു ലൂത്തിന്റെ പണി. അത് വസാഅസബീല, വളരെ മോശം പണിയാണത്. വിജ്ഞാനത്തിന്റെ വഴിയിൽ ഏറ്റവും തെറ്റായ വഴിയാണത്. അതാണ് സൂസബീൽ. അല്ലാതെ പെണ്ണുങ്ങളെ വിട്ട് ആണുങ്ങളടുത്തേക്ക് പോണത് സൂസബീലാണെന്നല്ല. സബീലുൽ മഅരിഫത്തി, ജ്ഞാനത്തിന്റെ വഴിയിലെ ഏറ്റവും മോശപ്പെട്ട വഴിയാണത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ പോകാൻ പാടില്ല. അതാണ് സാസബീല എന്ന് പറഞ്ഞത്. അതാണ് കൗമു ലൂത്തിന്റെയും വ്യത്യാസം. അതാണ്, മനസ്സിലായോ? അതാണ് ബനാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ചിന്തകൾ പണിയുന്ന അറിവുകളാണ്. അതാണ് വൽ മുഹ്സനാത്ത് മിനൻ നിസാ എന്ന് പറഞ്ഞാലും അതാണ്. ഒരിക്കലും തകർക്കാൻ കഴിയാത്ത വിജ്ഞാനങ്ങളെയാണ് മുഹ്സനാത്ത് മിനൻ നിസാ. നിസായിലെ എല്ലാം മുഹ്സനാത്തല്ല. കാരണം നമ്മൾ പഠിച്ചു വരുമ്പോൾ പല ഊഹങ്ങളെയും തള്ളിയാണ്. അങ്ങനെ പഠിച്ച് ഉയർന്നു വരികയാണ് നിസാഹ്. അത് ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞ ആളാണ് റജല്. അവന്റെ റുയ്യത്ത് ജലയായി തെളിഞ്ഞു വന്നു. അതാണ് റുയ്യത്ത് ജലയാവുമ്പോഴാണ് റജല്. ജലിയായ തന്റെ കാഴ്ചപ്പാടുകൾ മുഴുവൻ ജലിയായിട്ട് തെളിഞ്ഞു വന്ന ശേഷം ആവുമ്പോൾ ആ വ്യക്തിയാണ് റജല്. അവനാണ് റജല്. അതിലേക്ക് പോകുന്ന വഴിയാണ് നിസാഹ്. ആ വഴിയിൽ പലതും ഊഹങ്ങൾ നമ്മൾ തള്ളുന്നുണ്ട്. പക്ഷേ ആ വഴിയിൽ ചിലത് മുഹസനത്താവും. അജ്ഞതക്കോ ഊഹങ്ങൾക്കോ കടന്നു വരാൻ കഴിയാതെ ഹിസ്ന് സംരക്ഷിക്കപ്പെട്ട അറിവുകൾ ഉണ്ടാവും. അതാണ് വൽ മുഹസനാത്തു മിനൻ നിസായി എന്ന് പറയുന്നത്. അല്ലാതെ ആരാന്റെ വിവാഹ കൈക്കലിരിക്കുന്ന പെണ്ണുങ്ങളെ കെട്ടിക്കോളാൻ പാടില്ല. അങ്ങനെയല്ലേ എഴുതിക്കുന്നത്? വൽ മുഹസനാത്തു മിനൻ നിസായി, ആരാന്റെ കെട്ടുങ്ങ ഇരിക്കണ പെണ്ണുങ്ങള്. ആരാന്റെ കെട്ടുങ്ങ ഇരിക്കണ പെണ്ണുങ്ങളല്ല. മുഹസനാത്തു മിനൻ നിസായി എന്ന് പറഞ്ഞാൽ ഊഹങ്ങൾക്കോ കെട്ടുകഥകൾക്കോ ഐതിഹ്യങ്ങൾക്കോ ഭേദിച്ച് കടന്നു വരാൻ കഴിയാത്ത അത്രയും സംരക്ഷിതമായ അറിവുകൾ. അങ്ങനെ അറിവുകളെ സംരക്ഷിച്ച ആളാണ് മറിയം. ആ മറിയമിലേക്കാണ് അള്ളാഹു റൂഹിനെ ഊതിയത്. മറിയമാണ് നിസായികൾക്ക് ചെന്നെത്താനുള്ള അവസാന മേഖല. അതാണ് യാ മറിയമു ഇന്നല്ലാഹ അസ്തഫാക്കി വതഹറക്കി അലാ നിസായിൽ ആലമീൻ. എല്ലാ തർമീമുൻ നഫ്സ്, മനസ്സിന്റെ മേഖലകൾക്ക് ചെന്നെത്താനുള്ള ഏറ്റവും പരിശുദ്ധമായ ഇടമാണ് മറിയം. അതുകൊണ്ട് തന്നെയാണ് അത് ഉമ്മുൽ കിതാബാണെന്ന് പറയാനുള്ള കാരണവും. അതാണ് നിസാഉൽ ആലമീനായത്. ആര്? മറിയം. പോയിന്റ് മനസ്സിലായോ? അതാണ് തഹറക്കി ഇന്നല്ലാഹ അസ്തഫാക്കി വതഹറക്കി അലാ നിസായിൽ ആലമീൻ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് ബനാത്ത് എന്നാ പറഞ്ഞത്, ബനാത്തി അമ്മയ്ക്ക്. അപ്പൊ ബനാത്തി ഹാല് നമ്മുടെ ഹയാലുകളിൽ നല്ല ചിന്തകൾ ഉണ്ടാവും. അതാണ് ഹാല്, അമ്മാവനല്ല. ഹയാൽ എന്ന് പറഞ്ഞ തോന്നലുകൾ, നമ്മുടെ ഭാവനകൾ, അതിൽ നല്ലതും ചീത്തയുണ്ടാവും. അതാണ് അതിൽ ഏറ്റവും പരിശുദ്ധമായ ഖയാലുകൾ അഫ്കാറുകളിലുണ്ടാവും, ഖയാലുകളിലുണ്ടാവും. അഫ്കാറുകളിലെ ബനാത്താണ് ആദ്യം പറഞ്ഞത്. മറ്റത് ഖയാലുകൾ. ഖാല എന്ന് പറഞ്ഞാൽ തോന്നി എന്നാണ്. ഹെൽത്തു തോന്നി. ഖാല് എന്ന് പറഞ്ഞാൽ അമ്മായിയോ അമ്മാവനോ? ആരാണ്? അമ്മാവനില്. ബരക്ക കെട്ടാന്നല്ല. ബരക്ക കെട്ടാന്ന് പറഞ്ഞാൽ പിന്നെന്താ?